ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 61. അനന്തൻ നൽകിയ പാനീയം ഏവരും സേവിച്ചു കഴിഞ്ഞ് അതിന്റെ ഗുണമഹിമയെപ്പറ്റി പരസ്പരം സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് അനന്തൻ ഇനി അതിന്റെ വിലയെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞത്. ഇതിന്റെ ഗുണമേന്മകൾ സ്വയം അനുഭവിച്ചറിഞ്ഞ നിങ്ങൾ തന്നെ പറയൂ. മാർക്കറ്റ് വില എന്തു വരും ഇതുപോലത്തെ ഒരു ഔഷധത്തിന്? അനന്തൻ ചോദിച്ചത് കേട്ട് അവർ പരസ്പരം നോക്കി. ഇപ്പോഴും ആ കുടം നിറഞ്ഞു തന്നെ ഇരിക്കുന്നത് കണ്ട് അവർ അതിശയിച്ചു. ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ആദ്യം ഈ ബംഗ്ലാവ് മുഴുവൻ നടന്നു കാണും. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ മരുന്നിന്റെ യഥാർത്ഥ മേന്മ നിങ്ങൾക്ക് സ്വന്തം ശരീരത്തിൽ തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. അതുകൂടി അറിഞ്ഞ ശേഷം വില കണക്കുകൂട്ടുന്നതാവും നല്ലത്, അനന്തൻ പറഞ്ഞു. അനന്തൻ പറഞ്ഞതനുസരിച്ച് അവരെല്ലാവരും ബംഗ്ലാവൊക്കെ ചുറ്റി നടന്ന് കാണാമെന്നോർത്ത് അകത്തേക്ക് കയറി. പക്ഷേ അധിക നേരം ആർക്കും അതിന് കഴിഞ്ഞില്ല. കള്ളു കുടിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു അവരോരോരുത്തരും. എത്ര ശ്രമിച്ചിട്ടും കണ്ണ് നേരെ നിൽക്കുന്നില്ല. കാഴ്ചകൾ മങ്ങുന്നു, കാല് നിലത്തുറയ്ക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ തരം അസ്വസ്ഥതകൾ അനുഭവിക്കുകയാണിപ്പോൾ. സോഫയിലും നിലത്തുമൊക്കെ ആയിട്ട് അവർ തളർന്നിരുന്നു. അനന്തൻ ഇത് പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരെ ആരെയും ശല്യം ചെയ്യാനോ ശ്രദ്ധിക്കാനോ അനന്തൻ പോയില്ല. അവനും ആ സമയം അല്പം വിശ്രമിക്കാം എന്ന് കരുതി. അനന്തൻ നേരെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിലേക്ക് ചെന്നു. അവിടെ നിലത്ത് ചാരിയിരുന്നു കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ അവൻ ഉണ്ടാക്കിയെടുത്ത പാനീയം നാഗലോകത്ത് സർവ്വസാധാരണമാണ്. എന്നാൽ ഇവിടെയുള്ള മനുഷ്യർക്ക് അതൊരു വലിയ അത്ഭുതവും. അവരുടെയൊക്കെ അന്നേരത്തെ മുഖഭാവവും പാനീയം സേവിച്ചു കഴിഞ്ഞപ്പോഴുള്ള സംതൃപ്തിയുമൊക്കെ അനന്തന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവന് താൻ ഉദ്ദേശിച്ചത് ഭംഗിയായി നിർവഹിച്ചതിൽ അത്യധികം സന്തോഷം തോന്നി. 3 മണിക്കൂർ അതിവേഗം കടന്നുപോയത് അനന്തൻ അറിഞ്ഞില്ല. താഴെ ഓരോരുത്തരായി മയക്കം വിട്ട് എഴുന്നേറ്റ് പരസ്പരം സംസാരിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അനന്തൻ ദീർഘനേരത്തെ സഞ്ചാരത്തിൽ നിന്ന് മനസ്സിനെ തിരികെ കൊണ്ടുവന്നത്. ഇത്രയും എഫക്റ്റ് ഈ മരുന്നിനുണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ദേ, എന്റെ മുട്ടുവേദനയൊക്കെ പോയി. മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കുന്ന ഓപ്പറേഷൻ വൈകിപ്പിക്കാൻ പാടില്ല. ഇനി മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ലെന്ന് ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞതാ കഴിഞ്ഞ ദിവസം. അത്രയും ഭീകരമായ വേദനയാണ് ഇല്ലാതെയായിരിക്കുന്നതെന്ന് കണ്ട് ഭാർഗവൻ വളരെ അധികം ആഹ്ലാദത്തോടെ പറഞ്ഞു. ദേ, ഇത് ശ്രദ്ധിച്ചോ? എന്റെ കയ്യിലെ വിണ്ട് കീറിയ തൊലിയൊക്കെ മിനുസമുള്ളതായി മാറി. ഇത് വല്ലാത്ത അതിശയം തന്നെയാണല്ലോ. 4ാം രാജാവ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞു. ഈ സമയം രമേശ് ശ്യാമളന് കണ്ണിനൊരു വല്ലായ്മയും തലവേദനയും പോലെ തോന്നി. അയാൾ തന്റെ കണ്ണടയൂരി മാറ്റി. ഇപ്പോൾ തനിക്കെല്ലാം തെളിഞ്ഞു കാണാൻ കഴിയുന്നുണ്ട്. അതയാൾ മനസ്സിലാക്കി. കണ്ണിന് കാഴ്ച തിരികെ വന്നപ്പോൾ പവർ കൂടിയ ലെൻസ് വെച്ചതാണ് തലവേദനയ്ക്ക് കാരണമായത്. എല്ലാവരുടെയും സന്തോഷം കണ്ട പല്ലവി അനന്തന്റെ അടുത്തേക്ക് വന്നു. ഇതാണോ അനന്തൻ തരുമെന്ന് പറഞ്ഞ ഗിഫ്റ്റ്? അവൾ ചോദിച്ചു. അതെ പല്ലവി, ഞാൻ ഈ ഔഷധ ജലം തയ്യാറാക്കിയ ശേഷം ആദ്യം നൽകുന്നത് ഭാർഗവൻ സാറിനും തനിക്കുമാണ്. എനിക്കിത് പുറത്ത് വിപണിയിൽ എത്തിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. ഞാനിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും എന്റെ ബിസിനസിന്റെ റെപ്രസെന്റേറ്റീവ്സ്, അനന്തൻ പറഞ്ഞു. എന്താ അനന്ത ഈ പറയുന്നേ? ഇത് മാർക്കറ്റിൽ വിൽക്കാൻ പോവാണെന്നോ? ഇത്രയും വിലപ്പെട്ടത് എന്ത് വിലയ്ക്ക് നൽകിയാല അതിന്റെ മൂല്യത്തിന് പകരമാവാ? ഇത് നിന്റെ പക്കൽ തന്നെ സൂക്ഷിക്കാൻ എന്താ? പല്ലവി അവനോട് അപേക്ഷിക്കുന്നത് പോലെയാണ് പറഞ്ഞത്. അനന്തന്റെ തീരുമാനം കേട്ട മറ്റുള്ളവരും അതിനെ എതിർത്തു. ഇപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ആ പാനീയത്തിന്റെ മഹത്വം അറിയാം. അതുകൊണ്ട് തന്നെ അതിനെ വിറ്റുകളയരുത് എന്നാണ് എല്ലാവർക്കും അവനോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ മരുന്നിന്റെ സവിശേഷത പൂർണ്ണമായിട്ട് അറിയോ? ഇതുകൊണ്ട് എന്ത് രോഗത്തിനെയും ചികിത്സിക്കാൻ കഴിയും. ഇതുപോലൊരു മരുന്ന് ഈ നാട്ടിൽ ഇന്ന് നിലവിലില്ല. ഈ നാട്ടിലെന്നല്ല, ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ല ഇങ്ങനെ ഒരു മരുന്ന്, അനന്തൻ പറഞ്ഞു. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പറയുന്ന ഈ മരുന്ന് കൈവിട്ട് കളയരുതെന്ന്. വെറുതെ മാർക്കറ്റിൽ വിറ്റ് കാശ് വാങ്ങാനുള്ളതാണോ ഇത്? ഈ പാനീയം വളരെ പ്രഷ്യസ് ആണ്. അതിനെ വെറുതെ ഒരു സെല്ലബിൾ പ്രൊഡക്റ്റ് ആക്കുന്നതിനോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല, പല്ലവി പറഞ്ഞു.
ഈ സമയം അനന്തന്റെ മുഖത്തെ ആത്മവിശ്വാസം കണ്ട് ഭാർഗവൻ മുന്നോട്ട് വന്നു. അനന്ത, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ കലശം ഒരു അക്ഷയ പാത്രം പോലെയാണ്. അതായത് എടുക്കും തോറും നിറയുന്ന പാനീയമാണോ ഇതിലുള്ളത്? ഞങ്ങൾ ഇത്രയും പേര് കുടിച്ചു കഴിഞ്ഞിട്ടും കുടം നിറച്ച് ദ്രാവകം ബാക്കിയുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അതെ സർ, അങ്ങ് പറഞ്ഞത് നേരെ. എന്റെ കൈവശമുള്ള ഈ മെഡിക്കൽ സ്റ്റോക്ക് അൺലിമിറ്റഡ് തന്നെയാണ്. അതിനാൽ ഇത് വിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും നഷ്ടം വരില്ല. പക്ഷേ കുറെ രോഗികൾക്ക് ആശ്വാസം നൽകാനും കഴിയും. ഇത് കേട്ട എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. ഒരു മെഷീൻസിന്റെയും സഹായമില്ലാതെ, ഒരു മുടക്ക് മുതലും ഇല്ലാതെ ഇത്രയും വീര്യമുള്ള മരുന്ന് നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കാൻ കഴിയുമെങ്കിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ബിസിനസ്സാണ് അനന്തൻ ഈ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനന്ത, നീ പറയുന്നത് വെച്ച് നോക്കിയ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏത് ബിസിനസിനെയും പിന്നിലാക്കി അതിവേഗം മുന്നേറാൻ പോകുന്ന ഐഡിയ ആണിത്. ഇത്രയും വലിയ ബിസിനസ് റെപ്രസെന്റ് ചെയ്യാനാണോ നീ ഭാർഗവ ഗ്രൂപ്പിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? പല്ലവി വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ. എങ്ങനെയുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ സർപ്രൈസ്? ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? അനന്തൻ അവളെ നോക്കി പുരികമുയർത്തി ചോദിച്ചു. പല്ലവിക്ക് ഇത് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൾ ആഹ്ലാദത്തോടെ മുത്തശ്ശനെ നോക്കി. അവിടെയും സന്തോഷവും സംതൃപ്തിയും മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഇനി ഇവിടെ ഉള്ളവരോട് എല്ലാവരോടുമായി മറ്റൊരു കാര്യം പറയാം. ഞാൻ ഈ ഔഷധം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് പുറത്ത് ആരോടും പങ്കുവെക്കരുത്. കണ്ടതെല്ലാം ഇവിടെ വെച്ച് എല്ലാവരും മറന്നേക്കാം. അതാണ് എല്ലാവർക്കും നല്ലത്, അനന്തൻ പറഞ്ഞു. അനന്തൻ പറഞ്ഞത് കേട്ട ഭാർഗവൻ എല്ലാവരോടുമായി ഗൗരവപൂർവം സംസാരിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ ദീർഘകാലമായി ഭാർഗവ ഗ്രൂപ്പുമായി ബിസിനസ് ഡീലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ വളരെയധികം വിശ്വസ്തത പുലർത്തിയിട്ടുള്ളവരുമാണ്. ഇന്നു മുതല് അനന്തൻ ഭാർഗവ ഗ്രൂപ്പിനൊപ്പം ഒരു ബിസിനസ് ഡീൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്നോട് കാണിക്കുന്ന അതേ വിശ്വസ്തത അനന്തനോടും കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനന്തൻ ഇന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ പുറത്താരും അറിയരുത് എന്നാണെങ്കിൽ അതങ്ങനെ തന്നെ ആവട്ടെ. എന്റെ ഈ വിശ്വാസ്യതയ്ക്ക് നിങ്ങളിൽ ആരെങ്കിലും മുറിവേൽപ്പിക്കുകയാണെങ്കിൽ ഈ ഭാർഗവന്റെ മറ്റൊരു മുഖമാവും അന്ന് നിങ്ങൾ എല്ലാവരും കാണുക. ഭാർഗവൻ ആദ്യം ശാന്തമായി സംസാരിച്ചു തുടങ്ങിയെങ്കിലും അവസാനത്തെ വാചകം ഒരു ഭീഷണി തന്നെയായിരുന്നു. എല്ലാവരും അനന്തൻ ഉറപ്പു നൽകി ഈ വിഷയം പുറത്ത് വിടില്ല എന്ന്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഫീൽഡിൽ നമ്മുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് നമ്മൾ ഈ മരുന്ന് വിൽക്കുന്നില്ല. അത് ഓർമ്മയിൽ വെച്ചോളൂ. അനന്തൻ എല്ലാവർക്കുമായി നിർദ്ദേശം കൊടുത്തു. മാനേജർ നാഗേന്ദ്രൻ ഇത് കേട്ട് ഞെട്ടലോടെ ചോദിച്ചു. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിനോട് എതിരിടാനോ? എന്തിന്? ഒന്നുമില്ലേലും നിങ്ങൾ ഒരു കുടുംബക്കാരല്ലേ? ചോദിച്ചു കഴിഞ്ഞ് അനന്തന്റെ നോട്ടം കണ്ടപ്പോഴാണ് നാഗേന്ദ്രൻ അബദ്ധം മനസ്സിലായത്. അനന്തനെ അവിടെ നിന്നും ഇറക്കി വിട്ടതാണെന്ന് അയാൾ അപ്പോഴാണ് ഓർത്തത്. താൻ ഒരിക്കലും അത് ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. ഈ സാഹചര്യം ശ്രദ്ധിച്ച പല്ലവി അനന്തന്റെ നീരസം മാറ്റാനായി ഇങ്ങനെ പറഞ്ഞു. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിന്റെ ഗ്രോത്ത് ഒക്കെ ഇനി അല്പം കുറയും. കാരണം അനന്തനെ പോലെയുള്ളൊരു വൈദ്യനുള്ളപ്പോ തന്റെ ഡിസ്പെൻസറിയിലേക്കായിരിക്കും രോഗികൾ ആദ്യം എത്താൻ. പല്ലവി പറഞ്ഞതിനോട് ഭാർഗവനും അനുകൂലിച്ചു. അനന്തൻ ഒരു ദിവസം എത്ര അളവിൽ ഈ പാനീയം തയ്യാറാക്കാൻ കഴിയും? അതുപോലെ എന്ത് വിലയാണ് ഇതിന് താൻ നിശ്ചയിച്ചിരിക്കുന്നത്? മധുമോഹൻ ചോദിച്ചു. ഓരോ 10 സെക്കൻഡ് കൂടുമ്പോഴും ഒരു കപ്പ് നിറച്ച് പാനീയം തയ്യാറാക്കിയെടുക്കാൻ എനിക്ക് കഴിയും. ഒരു കപ്പിന് ഞാൻ 2 ലക്ഷമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. അനന്തൻ പറഞ്ഞത് കേട്ട് പല്ലവി കണക്കുകൂട്ടി. ഒരു കപ്പ് 10 സെക്കൻഡിൽ തയ്യാറാവുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് 8000 കപ്പിന് മുകളിൽ തയ്യാറാക്കാൻ കഴിയും. അതായത് ഒരു ദിവസം 175 മുതൽ 200 കോടി വരെ നമുക്ക് നേടാൻ കഴിയും. പാക്കേജിങ്ങും മറ്റ് എക്സ്പെൻസസും കൂട്ടിക്കിഴിച്ച് നോക്കിയാലും ഒരു 150 കോടിക്ക് മേലെ ദിവസ ലാഭം വരും നമുക്ക്. അത് ഉറപ്പാ. പല്ലവി അതിശയത്തോടെയാണത് പറഞ്ഞത്. അത് ഒരു വലിയ ടേൺ ഓവർ തന്നെയാണല്ലോ, രമേശ് ശ്യാമളൻ പറഞ്ഞു. ഒരു കപ്പിന് 2 ലക്ഷം രൂപ കുറച്ച് കൂടുതലാണെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? ഇത്രയും വില കൂടിയ ഒരു മരുന്ന് ആരെങ്കിലും വാങ്ങോ? മധുമോഹൻ ചോദിച്ചു. നിങ്ങൾ ഒരു കാര്യം വിട്ടുപോയി. ഈ മരുന്ന്
ഒരിക്കൽ ഉപയോഗിച്ച പിന്നെ കുറഞ്ഞത് ഒരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവനോ മറ്റൊരു മരുന്നും ഉപയോഗിക്കേണ്ടി വരില്ല. നിലവിൽ വിപണിയിലുള്ള ഏത് മരുന്നിനുണ്ട് ഇങ്ങനെ ഒരു സവിശേഷത. അതുകൊണ്ട് ഈ വില ഒട്ടും കൂടുതലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഭാർഗവൻ പറഞ്ഞു. ഭാർഗവൻ പറഞ്ഞതിനോട് എല്ലാവരും അനുകൂലിച്ചു. ഇപ്പോൾ വിപണിയിൽ ഏറ്റവും വിലയേറിയ ഏതൊരു മരുന്നിനേക്കാളും 10 മടങ്ങ് ശക്തി ഇതിനുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ വിലയും അവർ ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മരുന്നിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് വിൽക്കാൻ കഴിയോ? രമേശ് ശ്യാമളന്റെ ചോദ്യം കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ഏതൊരു ബിസിനസ്സുകാരനും ഇങ്ങനെയുള്ള ചെറിയ കള്ളത്തരങ്ങളുടെ സാധ്യതയെപ്പറ്റി ഉറപ്പായും ചിന്തിക്കും. പക്ഷേ ഇങ്ങനെ വെട്ടി തുറന്ന് അനന്തനോട് ചോദിക്കാനുള്ള ധൈര്യം ആർക്കുമില്ലായിരുന്നു. ഉറപ്പായും വെള്ളം ചേർക്കാൻ കഴിയും, പക്ഷേ പകുതി അളവിൽ മാത്രം. പകുതി അളവിൽ വെള്ളം ചേർക്കുമ്പോൾ ഇതിന്റെ വീര്യവും പകുതിയായി കുറയും. പക്ഷേ ഒരു സാധാരണ മനുഷ്യന് അത്രയും തന്നെ ധാരാളമാണ്. എന്നാൽ അതിനപ്പുറം വെള്ളം ചേർത്താൽ ഇത് പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അതുപോലെ തന്നെ 3 മാസത്തിനപ്പുറം ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റില്ല. കാരണം മനുഷ്യനിർമ്മിതമായ ഒരു കുപ്പിക്കോ പാത്രങ്ങൾക്കോ പ്രകൃതിയിലെ ശക്തിയെ ദീർഘകാലം തടഞ്ഞു വെക്കാൻ കഴിയില്ല. അത് തീർച്ചയായും ഇവാപറേറ്റ് ആവും. അനന്തൻ പറഞ്ഞു. അതിനുശേഷവും അവർ ബിസിനസിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്തു. ഇനി ബാക്കിയുള്ളത് പ്രോഫിറ്റിന്റെ കാര്യം മാത്രമാണ്. എല്ലാവരും അത് ചോദിക്കാനായി പല്ലവിയെ കണ്ണു കാണിച്ചു. അനന്തനോട് ഷെയറിന്റെ കാര്യം ചോദിക്കാൻ മറ്റാർക്കും ധൈര്യമില്ലായിരുന്നു. അനന്ത, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നമുക്കിതിൽ നിന്ന് എന്ത് ടേൺ ഓവർ ആയിരിക്കും ലഭിക്കുക? അത് മാത്രമല്ല, അതിലെ ഓരോരുത്തരുടെയും ഷെയർ കൂടി ആദ്യമേ നിശ്ചയിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. പല്ലവി പറഞ്ഞു. പല്ലവിക്ക് അറിയാലോ, എനിക്ക് ഈ ബിസിനസിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ബിസിനസ് ചെയ്തിട്ടുള്ള ശീലവും ഇല്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ എനിക്ക് വിശ്വാസമുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് പാർട്ട്ണർഷിപ്പ് പ്ലാൻ ചെയ്തത് പോലും. എനിക്ക് ഇതിലാകെയുള്ളൊരു റോള് ഈ മരുന്നിന്റെ നിർമ്മാണമാണ്. മറ്റ് ബിസിനസ് കാര്യങ്ങൾ പല്ലവിയാണ് നിശ്ചയിച്ചോളൂ. അനന്തൻ അവൾക്ക് അതിനുള്ള അനുവാദം കൊടുത്തു. പല്ലവി ഷെയർ എങ്ങനെയാകും തിരിക്കുക എന്നറിയാനുള്ള വ്യഗ്രതയിൽ എല്ലാവരും അവളെ തന്നെ ഉറ്റുനോക്കി. വിഷയം ഗൗരവമേറിയതായതിനാൽ അവൾ അതിനെപ്പറ്റി വളരെ നന്നായി ആലോചിച്ചു. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് പല്ലവി ഒരു തീരുമാനത്തിലെത്തിയത്. പല്ലവി എത്രത്തോളം പ്രോഫിറ്റ് ഷെയർ ആയിരിക്കും അനന്തൻ ഓഫർ ചെയ്യുക? അതിൽ അനന്തൻ സംതൃപ്തനായിരിക്കുമോ? അധ്യായം 62. ബിസിനസിനെ പറ്റിയുള്ള ചർച്ചകളെല്ലാം കഴിഞ്ഞ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ഷെയറിനെ പറ്റിയുള്ള ചർച്ച അവർക്കിടയിലേക്ക് വന്നു. അതിൽ തീരുമാനമെടുക്കാനുള്ള അനുവാദം അനന്തൻ പല്ലവിക്ക് നൽകി. അല്പനേരത്തെ ചിന്തകൾക്കൊടുവിൽ പല്ലവി ചില തീരുമാനങ്ങൾ എടുത്തു. ഈ മരുന്ന് വിപണിയിലെത്തുമ്പോൾ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഒരു അത്ഭുത മരുന്നിന്റെ കാര്യത്തില് ആദ്യമൊക്കെ ആളുകളില് വിശ്വസ്തത വളർത്തിയെടുക്കാനാണ് പാട്. മാർക്കറ്റിംഗ് ഒന്ന് പിഴച്ചാ പിന്നെ ആരും ഈ മരുന്ന് വാങ്ങില്ല എന്ന കാര്യം ഉറപ്പാ. വലിയ തുക തന്നെ നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. പിന്നെ വരുന്ന ചെലവ് പാക്കിംഗ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയാണ്. അതുകൊണ്ട് എന്റെ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ ടോട്ടൽ പ്രോഫിറ്റിന്റെ 10% നമുക്ക് തരികയാണെങ്കിൽ. പല്ലവി അത്രയും പറഞ്ഞ ശേഷം ഒന്ന് സംശയിച്ച് നിർത്തി. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 കോടിയാണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ തന്നെ 1000 കോടി രൂപ. അതൊരിക്കലും ഒരു നിസാര തുകയല്ല. അതിനാൽ തന്നെ അവൾക്ക് താൻ ചോദിച്ചത് കൂടുതലായോ എന്ന് ശങ്ക തോന്നി. ഇനി അഥവാ വിചാരിച്ചതിലും അധികം ലാഭം ഉണ്ടാവുകയാണ് എങ്കിൽ ഈ 10% 1000 കോടിയിൽ നിന്നും വീണ്ടും ഉയരും. പക്ഷേ അത് ഭാർഗവ ഗ്രൂപ്പിന് മാത്രമല്ല, അതിൽ നിന്നും ഒരു ഭാഗം മറ്റു 4 പേർക്കും കൂടി വീതിച്ചു കൊടുക്കാനുള്ളതാണ്. എന്നാലും അനന്തനോട് താൻ ചോദിച്ചത് കൂടിപ്പോയോ എന്നവൾ പരിഭ്രമിച്ചു. ഈ സമയം അനന്തനും ഇതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്. താൻ ഒറ്റയ്ക്ക് ഈ മരുന്നുമായി മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ ഈ പറഞ്ഞ ലാഭം നേടാൻ തനിക്ക് സാധിക്കില്ല. പല്ലവി പറഞ്ഞതുപോലെ ഭീമമായ അഡ്വർടൈസ്മെന്റ് കൊണ്ട് മാത്രമേ ഇത് വിറ്റെടുക്കാൻ തനിക്ക് സാധിക്കൂ. അതിനാൽ തന്നെ പല്ലവി ആവശ്യപ്പെട്ട 10% ഒരിക്കലും കൂടുതലല്ല എന്ന് അനന്തൻ ചിന്തിച്ചു. 10 അല്ല പല്ലവി, ലാഭത്തിന്റെ 25% വേണമെന്നാണ് എന്റെ തീരുമാനം. അനന്തൻ പറഞ്ഞത് കേട്ട് എല്ലാവരും വളരെയധികം ഞെട്ടി. അനന്ത,
നീ ഇത് സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നത്? 25% എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കൂടുതലാ. ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞങ്ങൾക്ക് യാതൊരു വക ഇൻവോൾവ്മെന്റും ഇല്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എല്ലാവർക്കും ചിലപ്പോ അൺഫെയർ ആയി തോന്നാം. ഫ്യൂച്ചറിൽ ചിലപ്പോ ഈ തീരുമാനം തെറ്റിയെന്ന് തനിക്കും തോന്നും. ഇത്ര വലിയ ഷെയർ ഞങ്ങൾക്ക് തരേണ്ടതിന്റെ യാതൊരു ആവശ്യമില്ല, ഭാർഗവൻ പറഞ്ഞു. അല്ല സർ, ആവശ്യങ്ങൾ ഏറെയാണ്. എനിക്ക് ഈ ബിസിനസ് കേരളവും തമിഴ്നാടും കഴിഞ്ഞ് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കണമെന്ന ആഗ്രഹമാണുള്ളത്. അതിനുവേണ്ടി മാർക്കറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. പിന്നെ മറ്റു മരുന്ന് കമ്പനികളുമായിട്ടുള്ള ശത്രുതയും ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം നമ്മുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ മറ്റു പല കമ്പനികളുടെയും തളർച്ചയും സംഭവിക്കും. അപ്പോ അതിനനുസരിച്ച് നമ്മൾ കരുതിയിരിക്കണം. ഒരുപാട് ഗവൺമെന്റ് എക്സിക്യൂട്ടീവ്സും ലീഗൽ അഡ്വൈസേഴ്സും ഒക്കെ വേണ്ടി വരും നമ്മുടെ കീഴിൽ. അപ്പോ ഈ ഷെയർ ഒരിക്കലും ഒരു അധികം ആവില്ല, അനന്തൻ പറഞ്ഞു. അപ്പോഴാണ് ഭാർഗവൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. കാരണം അനന്തൻ പറഞ്ഞതുപോലെ മറ്റു കമ്പനികൾക്ക് ശത്രുത വന്നാൽ അവരൊരിക്കലും കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അവർ നമ്മളെ തകർക്കാൻ നോക്കും. മാത്രമല്ല, പ്രൊഡക്റ്റ് ഇത്തരത്തിലുള്ളതായതുകൊണ്ട് എൻക്വയറീസ് ഒരുപാട് വരും. ധാരാളം നൂലാമാലകൾ സോൾവ് ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അതേ തുടർന്ന് നിറയെ പെർമിഷൻസും വേണ്ടിവരും. അനന്തന്റെ ദീർഘവീക്ഷണം വളരെ ശരിയാണ് എന്ന് ഭാർഗവന് മനസ്സിലായി. അനന്തന്റെ ഈ കണക്ക് കൂട്ടലുകൾ കേട്ട അതിഥികളുടെ കൂട്ടത്തിൽ സ്വയം രാജാവാണെന്ന് വിശേഷിപ്പിച്ചയാൾ 2 അടി മുന്നോട്ട് വന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. മിസ്റ്റർ അനന്തൻ, അനന്തൻ ഇതിനെപ്പറ്റി ഒന്നും ഓർത്ത് തല പുകയ്ക്കണ്ട. ഈ വക പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ട ആളുകളും വക്കീലന്മാരും നമ്മുടെ പക്കലുണ്ട്. പിന്നെ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം നമുക്കിടയിലുള്ള സത്യസന്ധതയും ഒത്തൊരുമയുമാണ്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു അഭിപ്രായ ഭിന്നത മതി എല്ലാം തകരാറിലാവാൻ. എല്ലാവരും ഇക്കാര്യം കൂടി മനസ്സിൽ വെക്കുക, അയാൾ പറഞ്ഞു. ബാക്കി ബിസിനസ് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് രാത്രിയാണ് അവർ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയത്. വീട്ടിലെത്തിയ അനന്തൻ അച്ഛനോട് കുറച്ച് ദിവസത്തേക്ക് കൂടി ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കണമെന്ന് തീരുമാനിച്ചു. കാരണം ഈ മരുന്നുണ്ടാക്കുന്ന രീതിയും പല്ലവി 5 കോടി രൂപയുടെ വീട് തനിക്ക് വാങ്ങി നൽകിയ കാര്യവും അതുപോലെ ഇത്രയും വലിയ ബിസിനസ് താൻ തുടങ്ങാൻ പോകുന്ന വിവരവും ഒക്കെ കൂടി അച്ഛൻ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് അനന്തൻ മനസ്സിലാക്കി. ബിസിനസ് ആവശ്യത്തിന് തന്റെ ഇപ്പോഴത്തെ വലിയ വീട് ഉപയോഗിക്കുന്നതിനൊപ്പം അനന്തന്റെ സൗകര്യത്തിന് അച്ഛനെയും അനിയത്തിയെയും കൂട്ടി താമസിക്കാൻ അല്പം കൂടി ചെറിയൊരു വീട് ബംഗ്ലാവിനടുത്ത് തന്നെ തരപ്പെടുത്തി നൽകാമെന്ന് കൈലാസ് സുബ്രഹ്മണ്യൻ അനന്തൻ ഉറപ്പ് നൽകി. അതിനേതായാലും ഒരു 15 ദിവസമെങ്കിലും സമയമെടുക്കും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ 15 ദിവസം കഴിഞ്ഞ് അച്ഛനോട് വിവരം പറയാമെന്നായിരുന്നു അനന്തന്റെ കണക്കുകൂട്ടൽ. ഇങ്ങനെയുള്ള ചിന്തകളുമായി വീട്ടിലേക്ക് വന്നു കയറിയ അനന്തനെ കണ്ട വാസുദേവനും അരുന്ധതിയും അതിശയിച്ചു. രാവിലെ ഇവിടെ നിന്നും സാധാരണ വേഷത്തിൽ ഇറങ്ങിപ്പോയ അനന്തൻ തിരികെ വരുന്നത് ബ്രാൻഡഡ് ഡ്രസ്സും വില കൂടിയ ഷൂസും അതിലേറെ വിലയുള്ള വാച്ചും ഒക്കെ ധരിച്ചാണ്. അതുപോലെ തന്നെ അനന്തന്റെ ഹെയർ സ്റ്റൈൽ എല്ലാം മാറിയിരിക്കുന്നു. അരുന്ധതി അത്ഭുതത്തോടെയാണ് തന്റെ ഏട്ടനെ നോക്കിയത്. ഇരുവരുടെയും മുഖത്തെ അതിശയം ശ്രദ്ധിച്ച അനന്തൻ അവരിങ്ങോട്ടേക്ക് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവരോട് പറഞ്ഞു, ഈ ഡ്രസ്സും മറ്റും പല്ലവി ഭാർഗവൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അനന്തന്റെ വാക്കുകൾ കേട്ട വാസുദേവന്റെ മുഖം ഇരുണ്ടു. അയാൾ മകനോട് പറഞ്ഞു, നോക്കുമോനെ, നിനക്ക് 20 വയസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ വേണ്ട അറിവും പക്വതയും നിനക്കായിട്ടുണ്ട് എന്നാ എന്റെ വിശ്വാസം. എന്നാലും പറയാ, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് അവരും നമ്മളും ആയിട്ടുള്ള അന്തരം കൂടി വിലയിരുത്തി വേണം ഓരോന്നും ചെയ്യാൻ. ഭാവിയിൽ ആരെയും നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്തു എന്ന പഴി കേൾക്കേണ്ടി വരരുത്. മോൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, കപ്പൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യം അതിലുള്ള എലികളായിരിക്കും ഓടി രക്ഷപ്പെടുക. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലായി കാണും മോൻ, വാസുദേവൻ പറഞ്ഞു. അനന്തൻ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഉപരിയായി അച്ഛന്റെ മനസ്സിലെ ഭയം മനസ്സിലാക്കാൻ കഴിഞ്ഞു. താൻ പല്ലവിയോട് കൂട്ടുകൂടുന്നതിലല്ല അച്ഛന് പേടി. പല്ലവിയുടെ കയ്യിലെ കാശ് കണ്ട് താൻ മതിമറന്നു പോവുകയോ അല്ലെങ്കിൽ താനും അവളുമായി പ്രണയത്തിലാവുകയോ ചെയ്യുമെന്നതാണ് അച്ഛന്റെ ആവലാതി. കാര്യം മനസ്സിലായ അനന്തൻ വാസുദേവനോട് ഇപ്രകാരം പറഞ്ഞു, അച്ഛൻ എന്നെ വിശ്വസിക്കാം. അച്ഛന്റെ മനസ്സിലുള്ളതുപോലെയുള്ള അബദ്ധമൊന്നും എന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കില്ല. ഞാൻ അന്ന് ഒരു ദിവസം ഭാർഗവൻ സാറിന് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുത്ത കാര്യം പറഞ്ഞിരുന്നില്ലേ?
അതിന് പ്രത്യുപകാരമായിട്ട് അവർ നൽകിയതാണ് ഇവയെല്ലാം. ഇന്ന് പല്ലവി ഇവിടേക്ക് എന്നെ കാണാൻ വന്നതും ഭാർഗവൻ സാറ് പറഞ്ഞതനുസരിച്ച് എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാ. പിന്നെ അച്ഛൻ ഒരു കാര്യം കൂടി അറിഞ്ഞോളൂ, നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരാൻ പോവാ. അതിനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട്. തൽക്കാലം നേരായ മാർഗം തന്നെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്. അതും പറഞ്ഞ് അനന്തൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അനന്തൻ പറഞ്ഞതെല്ലാം കേട്ട വാസുദേവന്റെ മനസ്സിനിപ്പോ അല്പം ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. അരുന്ധതിയുടെ മനസ്സിലാണെങ്കിൽ ഈ വക ചിന്തകൾ ഒന്നും തന്നെയില്ല. അവൾ അനന്തൻ കൊണ്ടുവന്ന കവറെല്ലാം അരിച്ചു പെറുക്കി നോക്കുന്ന തിരക്കിലാണ്. അവൾ ഓരോന്നായി എടുത്ത് അനന്തന്റെ നേർക്ക് വെച്ച് നോക്കി. എല്ലാ ഏട്ടനും നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ. ഇനി മുതൽ ഏട്ടൻ കോളേജിൽ ഏത് ഷർട്ട് ഇടണമെന്ന് ഞാൻ സെലക്ട് ചെയ്തു തരാം, അവൾ അടുക്കളയിലേക്ക് ചെന്ന് പറഞ്ഞു. ഇന്നിപ്പോ കുറച്ച് തിരക്കുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ നമുക്ക് ഉടനെ തന്നെ പോയി അച്ഛനും നിനക്കും വേണ്ട ഡ്രസ്സ് കൂടി എടുക്കാം. ഞാൻ മാത്രമല്ല, നീയും ഇനി സ്കൂളിൽ നല്ല സ്റ്റൈലായിട്ട് വന്നാ മതി, അനന്തൻ അവളോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അനന്തൻ കുളിച്ചു വന്നപ്പോഴേക്കും അരുന്ധതി പറഞ്ഞതുപോലെ തന്നെ അവന് വേണ്ട ഷർട്ട് സെലക്ട് ചെയ്ത് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത് ധരിച്ചാണ് കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയത്. കോളേജിൽ എത്തിയപ്പോൾ മുതൽ എല്ലാ കുട്ടികളുടെയും കണ്ണ് അനന്തനിൽ തന്നെയാണ്. അത് കണ്ട് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് അരുന്ധതിക്കാണ്. കണ്ടേട്ടാ, എല്ലാവരും ഏട്ടനെയാ നോക്കുന്നത്. അവരുടെയൊക്കെ നോട്ടം കാണാൻ എന്താ രസം, അരുന്ധതി അനന്തനെ കുറുമ്പോടെ കളിയാക്കി പറഞ്ഞു. എടി മണ്ടൂസ്, അവരെന്നെയല്ല നോക്കുന്നേ, നിന്നെയാ, അനന്തൻ അവളുടെ മുടിയിലൂടെ കൈ ഓടിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടാ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മുടി വെറുതെ കേടാക്കല്ലേന്ന്. എന്ത് കഷ്ടപ്പെട്ട ചീകി കെട്ടിവെക്കുന്നറിയോ, അവൾ ചിണുങ്ങി പറഞ്ഞു. അനന്തന് അവളുടെ പിണക്കവും പരിഭവവും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. എന്നാൽ താൻ കോമയിൽ നിന്ന് എഴുന്നേറ്റ നാൾ മുതൽ ഓരോരോ പ്രശ്നങ്ങൾക്കിടയിൽ അവളോട് ഇണങ്ങാനും പിണങ്ങാനും ഒന്നും തനിക്ക് തീരെ സമയം ലഭിക്കുന്നില്ല എന്നവൻ ഓർത്തു. അങ്ങനെ കളിയും ചിരിയും ഒക്കെയായി സന്തോഷത്തോടെയാണ് അവർ രണ്ടാളും അന്ന് ക്ലാസ്സിലെത്തിയത്. ക്ലാസ്സിലെത്തിയപ്പോഴാണ് അനന്തൻ ഒരാളുടെ ഡ്രസ്സിംഗ് മറ്റുള്ളവർക്ക് എത്രയേറെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് തിരിച്ചറിയുന്നത്. കാരണം വന്ന ആദ്യ ദിനം ഒരു പുതിയ വിദ്യാർത്ഥി എന്ന പേരിൽ പോലും തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ കൂട്ടാക്കാതിരുന്നവർ വരെ ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അനന്തൻ അവരിൽ ആരെയും തിരിച്ചു ഗൗനിക്കാൻ നിന്നില്ല. തന്റെ സീറ്റിലേക്ക് ചെന്നതും കൃഷ്ണപ്രിയ അവിടെ ഡെസ്കിൽ തല വെച്ച് കിടക്കുന്നത് അനന്തൻ കണ്ടു. എങ്ങനെയുണ്ട് തനിക്കിപ്പോ, അനന്തൻ അവളെ കണ്ട പാടെ ചോദിച്ചു. ഞാനോക്കെ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നന്ദിയുണ്ട് അനന്ത, എന്നെ അന്ന് സഹായിച്ചതിന്. കൃഷ്ണപ്രിയ തന്റെ മുഖത്തെ മുടി മാറ്റിക്കൊണ്ട് അവന് മറുപടി കൊടുത്തു. അനന്തന്റെ മാറ്റം കണ്ട് അവളും കണ്ണു മിഴിച്ചു നോക്കുന്നുണ്ട്. നമ്മൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരല്ലേ, നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും തനിക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു മടിയും കൂടാതെ സഹായത്തിന് എന്നെ വിളിക്കണം കേട്ടോ, അനന്തൻ പറഞ്ഞു. അനന്തന് കൃഷ്ണപ്രിയയോട് ഒരു പ്രത്യേക അനുകമ്പയുണ്ടായിരുന്നു. തന്നെ പോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ പേരിലാണ് പലരും അവളെ ഇത്രയും നാളും തട്ടിക്കളിച്ചത്. ഈ ചെറുപ്രായത്തിനിടയിൽ ഒത്തിരി വിഷമം അനുഭവിച്ചിട്ടുണ്ടവൾ. പുറമേ പാവമാണെങ്കിലും നല്ല ചങ്കൂറ്റവും അതുപോലെ തന്നെ നല്ല ആത്മാഭിമാനവും ഉള്ള പെണ്ണാണ് അവൾ എന്ന് അനന്തന് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായതാണ്. അതിനാൽ അവളെപ്പോലെ ഒരു പെൺകുട്ടി മറ്റുള്ളവരിൽ നിന്നും അവഗണനയ്ക്ക് പകരം കുറച്ചുകൂടി ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്നാണ് അനന്തൻ വിശ്വസിക്കുന്നത്. അനന്തനോട് അവൾക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ മടി കാരണം അവൾക്കത് പറയാൻ സാധിച്ചില്ല. അനന്തൻ അവളെ സംസാരിക്കാൻ നിർബന്ധിക്കാതെ തന്റെ സീറ്റിലേക്ക് ഇരുന്നു. ആദ്യത്തെ പിരീഡ് കഴിഞ്ഞു. അത്ര നേരവും കൃഷ്ണപ്രിയ ഡെസ്കിൽ തല വെച്ച് കിടക്കുകയായിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും പിരീഡ് കഴിഞ്ഞപ്പോൾ അനന്തന് അതിലെന്തോ പന്തികേട് തോന്നി. പക്ഷെ അനന്തൻ അവളെ ശല്യം ചെയ്യാൻ നിന്നില്ല. പക്ഷെ അടുത്ത പിരീഡ് കൂടി അവൾ ഇത് തുടർന്നപ്പോൾ അനന്തന് കാര്യം അറിയണമെന്ന് തോന്നി. എന്തായിരിക്കും അനന്തന് കൃഷ്ണപ്രിയയോട് പറയാനുള്ളത്? അധ്യായം 63. പ്രിയ താൻ പറഞ്ഞത് തനിക്ക് പ്രശ്നമൊന്നും ഇല്ല, ഓക്കെ ആണെന്നാണല്ലോ. പക്ഷെ തന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്താ പറ്റിയെന്ന് പറ. ഇതിപ്പോ 4 പിരീഡ് കഴിഞ്ഞില്ലേ, ഒരേ കിടപ്പ് കിടക്കുന്നു, അനന്തൻ ചോദിച്ചു. അത് ഒന്നുമില്ല, താൻ പോയിക്കോ, അവൾ പറഞ്ഞു. വയറിൽ കൈ അമർത്തി വെച്ചുകൊണ്ടുള്ള അവളുടെ മറുപടി കേട്ടപ്പോൾ അനന്തന് വല്ലാത്ത പന്തികേട് തോന്നി.
അവൾ വല്ലാതെ വിറയ്ക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായ അനന്തൻ അവിടെ നിന്നും എഴുന്നേറ്റു. കൃഷ്ണപ്രിയയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ക്ലാസ്സിലെ പെൺകുട്ടികളോട് പോലും തന്റെ അവസ്ഥ പറയുന്ന പതിവ് അവൾക്കില്ലായിരുന്നു. അതിനാൽ തന്നെ അനന്തനോട് എന്താണ് പറയേണ്ടത് എന്ന് തന്നെ അവൾക്ക് ധാരണയുണ്ടായിരുന്നില്ല. രാവിലെ വീട്ടിൽ നിന്നും കോളേജിലേക്ക് വരുന്ന വഴിയാണ് ഇനിയുള്ള കുറച്ചു ദിവസങ്ങൾ കടുത്ത വയറുവേദനയുടേതായിരിക്കും എന്ന സൂചന അവൾക്ക് ലഭിച്ചത്. അതിനിടയിൽ അവൾ ഈ ദിവസത്തേക്കൊന്നും കരുതിയിട്ടുമില്ല എന്ന് വൈകിയാണ് അവൾ ഓർത്തത്. കൃഷ്ണപ്രിയയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ. ധരിച്ചിരുന്ന ഡ്രസ്സിലും അതുപോലെ ഇരിക്കുന്ന സീറ്റിലുമെല്ലാം രക്തം പടർന്നിട്ടുണ്ട്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് അവിടെ. അധികം വൈകാതെ അനന്തന് കാര്യം എന്തെന്ന് മനസ്സിലായി. അവൻ വേഗം തന്റെ ജാക്കറ്റ് അഴിച്ച് അവൾക്ക് നൽകിയിട്ട് 10 മിനിറ്റിനകം വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഏതാണ്ട് വയസ്സിന് വലിയ വ്യത്യാസമില്ലാത്ത സഹപാഠി എന്നതിലുപരി അനന്തന്റെ ഉള്ളിലെ വൈദ്യൻ ഉത്തരവാദിത്വപൂർവം പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. കൃഷ്ണപ്രിയ ആകെ അസ്വസ്ഥമായ മനസ്സോടെയാണ് അവിടെ ഇരുന്നത്. അനന്തന് കാര്യം മനസ്സിലായി എന്ന ബോധ്യം അവളിൽ നല്ല ജാള്യത നിറച്ചു. അപ്പോഴും അവൾക്ക് മനസ്സിലാകാത്തത് അനന്തൻ തന്റെ വിലയേറിയ ജാക്കറ്റ് എന്തിനാണ് തനിക്ക് തന്നത് എന്നാണ്. എല്ലാവരാലും അവഗണിക്കപ്പെടുമ്പോൾ അനന്തൻ മാത്രം തന്നെ പരിഗണിക്കുന്നത് എന്തിനെന്ന് അവൾ ആലോചിച്ചു. വികൃതമെന്ന് അവൾ സ്വയം വിശ്വസിക്കുന്ന സ്വന്തം മുഖം കണ്ണാടിയിൽ കാണാൻ പോലും അവൾക്കിപ്പോൾ മടിയാണ്. ഈ ക്ലാസ്സിൽ ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നിട്ടോ അവളോട് മിണ്ടിയിട്ടോ ഏറെ നാളെ. അതുകൊണ്ടാണ് അനന്തന്റെ പെരുമാറ്റം അവളെ ഇത്രയേറെ ചിന്തിതയാക്കുന്നത്. കൃഷ്ണപ്രിയ അനന്തൻ ഈ ക്ലാസ്സിലേക്ക് ആദ്യമായി വന്ന ദിവസത്തെക്കുറിച്ച് ആലോചിച്ചു. അന്നാണ് അവർ തമ്മിൽ ആകെ സംസാരിച്ചത്. അതും നിമിഷങ്ങൾ മാത്രം. അവർക്കിടയിൽ ഒരു നല്ല സൗഹൃദമുണ്ടോ എന്ന് പോലും അവൾക്കറിയില്ല. എന്നിട്ടും കഴിഞ്ഞ ദിവസം തനിക്ക് വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും അനന്തൻ മടി കാണിച്ചില്ല എന്ന് ഓർക്കുമ്പോൾ കൃഷ്ണപ്രിയയുടെ ശരീരം ആകെ വിറച്ചുപോയി. കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞതും അനന്തൻ തിരികെ വന്നു. അവന്റെ കയ്യിൽ ഒരു കറുത്ത പ്ലാസ്റ്റിക് കവറും ഉണ്ടായിരുന്നു. ഇതിലുണ്ട് നിനക്ക് ആവശ്യമുള്ളത്. ഇതല്ല നീ പറയാൻ മടിച്ച്. അനന്തൻ അവൾക്ക് നേരെ ആ കവർ നീട്ടി. കൃഷ്ണപ്രിയയ്ക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. ഇന്ന് വരെ അവൾക്ക് വേണ്ടി ഒരാളും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. അവൾ ആ കവർ വാങ്ങുന്നതിനോടൊപ്പം അവനോട് നന്ദി പറഞ്ഞു. അനന്തൻ അവിടെ നിന്ന് നേരെ പോയത് അരുന്ധതയുടെ അടുത്തേക്കായിരുന്നു. ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ക്ലാസ് തുടർന്നപ്പോഴേക്കും കൃഷ്ണപ്രിയയുടെ വയ്യായികയൊക്കെ ഒന്ന് കുറഞ്ഞു. അനന്തനോട് സംസാരിക്കാൻ അവൾക്കിപ്പോൾ അത്ര മടിയൊന്നുമില്ല. നമുക്ക് ഫ്രണ്ട്സ് ആവാമോ? കൃഷ്ണപ്രിയയുടെ ആ ചോദ്യം അനന്തൻ തീരെ പ്രതീക്ഷിച്ചതല്ല. നീ ഇങ്ങോട്ട് വന്ന് മിണ്ടുകയൊക്കെ ചെയ്യുമോ എന്ന മട്ടിൽ അവളെ ഒന്നും നോക്കി. എന്താ ചോദിച്ച്? കേട്ടില്ല. അനന്തൻ അല്പം കുറുമ്പോടെ ചോദിച്ചു. പക്ഷേ അവൾ കരുതിയത് അനന്തന് തന്നോട് ഒരു സൗഹൃദത്തിന് താല്പര്യമില്ലാത്തതിനാലാണ് അവൻ തന്നെ പരിഹസിക്കുന്ന സ്വരത്തിൽ സംസാരിച്ചത് എന്നാണ്. ഞാൻ ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ സോറി. എനിക്കറിയാം എന്റെ പ്രശ്നങ്ങള്. എന്നെ പോലെ ഒരാളെ ആരും ഫ്രണ്ടായിട്ട് സ്വീകരിക്കില്ല. പ്രത്യേകിച്ച് തന്നെ പോലെ ഇത്രയും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് എന്നെ പോലെ ഒരു ഫ്രണ്ട്. അവൾ അത്രയും പറഞ്ഞു നിർത്തി സ്വയം പരിഹസിച്ച് ചിരിച്ചു. ഗുഡ് ലുക്കിംഗ്? അപ്പോ നീ സൗന്ദര്യം കൊണ്ടാണോ സൗഹൃദത്തെ അളക്കുന്നത്? കൊള്ളാമല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്ക് സൗന്ദര്യം ഇല്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിന്നിലെ സൗന്ദര്യം. അനന്തൻ പറഞ്ഞത് കേട്ട് കൃഷ്ണപ്രിയ വിളറി വെളുത്തു. അവൾ കരുതിയത് അനന്തൻ തന്റെ രൂപത്തെ പരിഹസിക്കാൻ തുടങ്ങുകയാണ് എന്നാണ്. ഇന്ന് വരെ അവൾക്ക് സൗന്ദര്യമുണ്ട് എന്ന് ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ അത്രത്തോളം അപകർഷതാബോധം അവൾക്കുള്ളിലുണ്ട്. അവളുടെ നോട്ടം കണ്ട് അനന്തൻ ഒരു പുഞ്ചിരിയോടെ തുടർന്നു. ഇങ്ങനെ തുറിപ്പിച്ച് നോക്കൊന്നും വേണ്ട. ഞാൻ നിന്നെ കളിയാക്കിയതൊന്നുമല്ല. ഒരു വ്യക്തിയുടെ സൗന്ദര്യം നിറത്തിലോ ശരീരത്തിലോ അല്ല എന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നിന്റെ ഉള്ളിലെ സൗന്ദര്യം കാണാൻ കഴിയും. പിന്നെ നിനക്ക് ആകെയുള്ള ഒരു പോരായ്മ സ്കിന്നിലുള്ള ഈ രോഗം. അതൊരു പോരായ്മയല്ല പ്രിയ. രോഗം ആർക്കും വരാം. വന്നാൽ ചികിത്സയ്ക്കാണ് വേണ്ടത്. എനിക്ക് നിന്റെ ഈ രോഗം സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. അതോടെ നിന്റെ ഉള്ളിലെ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറുകയും ചെയ്യും. അനന്തൻ പറയുന്നത് കേട്ട് അവൾ കണ്ണു മിഴിച്ചു നോക്കി. തന്റെ രോഗം ഭേദമാവുമെന്നൊന്നും അവൾക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. ആദ്യത്തെ അമ്പരപ്പ് വിട്ടതും അവൾ ആവേശത്തോടെ ചോദിച്ചു, സത്യമാണോ? എന്റെ അസുഖം അനന്തന് ഭേദാക്കാൻ പറ്റുമോ? ചുമ്മാ പറയല്ലേ? അവൾ പറഞ്ഞു. ചുമ്മാതല്ലെന്നേ, ഒറ്റ ദിവസം കൊണ്ട് ഞാനിത് മാറ്റിത്തരാം.
അത് കേട്ടപ്പോൾ അവളുടെ മുഖം മങ്ങി. അനന്തൻ തന്റെ അവസ്ഥയെപ്പറ്റി വലിയ ധാരണയില്ലാതെ വെറുതെ പറയുന്നതാണെന്ന് അവൾ കരുതി. വെറുതെ ഇങ്ങനെ പ്രതീക്ഷ തരരുത്. കുറെ കാലമായി ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നു. ഏതെങ്കിലും ഡോക്ടറിന്റെ നാവിൽ നിന്ന് താൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ രോഗം ഒന്ന് മാറ്റിത്തരാന്ന് ഒരു ഉറപ്പ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനിയിപ്പോ ലേസർ സർജറി ചെയ്താൽ പോലും ഇത് പൂർണ്ണമായിട്ട് മാറില്ലെന്ന് എനിക്കറിയാം. അപ്പോഴാ ഒറ്റ ദിവസം കൊണ്ട് മാറ്റുന്നത്. അവൾ ചുണ്ടുകൂട്ടി ചിരിച്ചു. മറ്റുള്ളവർക്ക് പറ്റില്ലായിരിക്കും ചിലപ്പോ, പക്ഷെ എനിക്ക് പറ്റും. അത് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും ഒക്കെ തന്റെ തീരുമാനം. പക്ഷെ ഒരിക്കൽ താൻ എന്നെ വിശ്വസിച്ച പിറ്റേന്ന് മുതൽ തന്റെ ജീവിതം മാറും. ഇനി എന്നെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ദിവസം എന്റെ അച്ഛന്റെ ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് വന്നാൽ മതി, അനന്തൻ പറഞ്ഞു. അത്രയും പറഞ്ഞ് അനന്തൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു. കൃഷ്ണപ്രിയ ഈ സമയം അത്രയും അനന്തൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിപ്പാണ്. കോളേജ് വിടാൻ നേരമാണ് അവൾ അനന്തന്റെ ക്ലിനിക്കിലേക്ക് പോകാമെന്ന തീരുമാനമെടുത്തത്. അവൾ പോകുന്നതിന് മുൻപ് അനന്തനോട് തന്റെ തീരുമാനം പറയുകയും ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ അടുത്ത അവധി ദിവസം വന്നതും കൃഷ്ണപ്രിയ അനന്തന്റെ ക്ലിനിക്കിലെത്തി. അരുന്ധതി ഉൾപ്പെടെ എല്ലാവരും കൃഷ്ണപ്രിയയുടെ അസുഖം ഭേദമാക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടോ എന്ന് അനന്തനോട് പല ആവർത്തി ചോദിച്ചു. നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒന്നും തന്നെ വിശ്വാസമില്ലായിരുന്നു അവളുടെ പ്രശ്നം ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്ന്. ഞങ്ങളൊന്നും ആ കുട്ടിയുടെ രോഗത്തെ പറ്റി കേട്ടിട്ട് പോലുമില്ല സാർ. ആ സ്ഥിതിക്ക് എങ്ങനെയാണത് ചികിത്സിച്ച് മാറ്റുക? ജഗനെ ചികിത്സിച്ച പോലെ എന്തെങ്കിലും പുതിയ വിദ്യ സാർ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ കേസാണ്. നമ്മൾ പരീക്ഷിച്ചിട്ട് ആ കുട്ടിയുടെ മുഖം കൂടുതൽ അലർജിക്കായ. ഇങ്ങനെ പല അഭിപ്രായങ്ങളും അവിടെ കേട്ടു. അന്ന് ജഗന് വേണ്ടി ഉപയോഗിച്ച സിൽവർ നീഡിൽ തന്നെയാണോ സർ ഇന്നും യൂസ് ചെയ്യാൻ പോകുന്നത്? ഒരു നഴ്സ് ചോദിച്ചു. എല്ലാവരും ആദ്യം ഇവിടെ നിന്നൊന്നും മാറി തന്നെ. ഞാൻ ആദ്യം ഒന്ന് നോക്കട്ടെ. പ്രിയ ഈ ചെയറിലിരിക്കെ. എല്ലാവരും കൂടി നിന്ന് സംസാരിക്കുന്നത് കൃഷ്ണപ്രിയയെ കൂടുതൽ ടെൻഷൻ ആക്കുന്നുണ്ട് എന്ന് കണ്ട അനന്തൻ എല്ലാവരെയും പറഞ്ഞയച്ചു. അനന്തൻ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കി. അപ്പോഴാണ് അവളുടെ മുഖത്ത് ആ അസുഖം എത്രത്തോളം പടർന്നിട്ടുണ്ട് എന്ന് അവന് വ്യക്തമായി മനസ്സിലാകുന്നത്. കഴുത്തിന് മേലോട്ടാണ് ആ രോഗം പടർന്നിട്ടുള്ളത്. മുഖത്തും ചെവിയിലുമൊക്കെ പാട് കാണാം. അനന്തൻ ആദ്യം അവളുടെ മുഖത്ത് ഒരു തൈലം പോലെ എന്തോ ഒന്ന് പുരട്ടി. മുഖത്തും കഴുത്തിലും തൈലം പുരട്ടി കഴിഞ്ഞതും അവന്റെ കയ്യിലെ ചെറിയ പെട്ടിയിൽ നിന്നും നഴ്സ് പറഞ്ഞത് പ്രകാരം സിൽവർ നീഡിൽ എടുത്ത് കഴുത്തിൽ ആ രോഗം തുടങ്ങുന്ന ഇടങ്ങളിലായി കുത്തി. ആദ്യം കൃഷ്ണപ്രിയ ഒന്ന് ഭയന്നുവെങ്കിലും അനന്തന്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവൾക്ക് അല്പം ധൈര്യം ലഭിച്ചു. അക്യുപഞ്ചർ രീതി പോലെ എന്തോ ഒന്നാണ് അനന്തനും പ്രയോഗിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. ഇതുവരെ ഒരു ഡോക്ടറും തന്നിൽ പരീക്ഷിക്കാത്ത തരം ചികിത്സാ രീതി ആയതിനാൽ തന്നെ തനിക്ക് പുതുതായി എന്തോ മാറ്റം വരാൻ പോകുന്നു എന്ന ശുഭപ്രതീക്ഷ അവളുടെ മനസ്സിൽ മെല്ലെ സ്ഥാനം പിടിച്ചു. കുറച്ചു നേരം ഈ തൈലം മുഖത്ത് കിടക്കട്ടെ. ഉണങ്ങിക്കഴിയുമ്പോൾ തുടച്ചു നീക്കണം. അതിനുശേഷം മറ്റൊരു മരുന്ന് ഇന്ന് രാത്രി മുഴുവൻ മുഖത്ത് പുരട്ടിയിട്ട് രാവിലെ വേണം കഴുകിക്കളയാൻ. രാവിലെ നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്, അനന്തൻ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് അവൻ അവളുടെ മുഖത്തെ തൈലം തുടച്ചു മാറ്റിയ ശേഷം കഴുത്തിൽ കുത്തി നിർത്തിയിരുന്ന സിൽവർ സൂചികൾ വലിച്ചൂരി. ഒരു വെള്ള തുണി കൊണ്ട് സൂചി കുത്തി മാറ്റിയ മുറിവ് അവൻ പൊതിഞ്ഞു പിടിച്ചു. അന്നേരം കൃഷ്ണപ്രിയയ്ക്ക് വല്ലാത്ത തളർച്ച തോന്നി. കഴുത്തിലെ തുണി മാറ്റിയ ശേഷം അനന്തൻ അവൾക്ക് താൻ തലേ ദിവസം ഉണ്ടാക്കിയ വിശിഷ്ട ദ്രാവകം സേവിക്കാൻ കൊടുത്തു. അതിനുശേഷം അവൾക്ക് അല്പം ഉന്മേഷം തിരികെ വന്നു. കഴുത്തിൽ പൊതിഞ്ഞു പിടിച്ചിരുന്ന വെള്ളത്തുണി വേസ്റ്റ് ട്രേയിലേക്ക് അനന്തൻ മാറ്റുമ്പോൾ അത് മുഴുവൻ കരിനീല നിറം പ്രാപിച്ചത് കണ്ട് അവൾ ഭയന്നു. തന്റെ കഴുത്തിൽ സൂചി കുത്തിയ മുറിവിൽ നിന്നും കറുത്ത നിറമുള്ള ചോരയാണ് പുറത്തു വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഇത്രയും ചെറിയ മുറിവിൽ നിന്നും എങ്ങനെയാണ് ഇത്രയും രക്തം വാർന്നു പോയത് എന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴേക്കും അനന്തൻ മറ്റൊരു മരുന്ന് അവളുടെ മുഖത്ത് പുരട്ടി മുഖമാകെ ബാൻഡേജ് തുണി ചുറ്റി ജഗനോടൊപ്പം അവളെ വീട്ടിലേക്ക് അയച്ചു. അനന്തന്റെ ചികിത്സ ഫലിക്കുമോ എന്ന് സന്ദേഹം പറഞ്ഞവർക്കെല്ലാം അരുന്ധതി ചുട്ട മറുപടി തന്നെ കൊടുത്തു. എന്റെ ഏട്ടൻ അന്ന് ജഗൻ ചേട്ടനെ രക്ഷിച്ചത് എല്ലാവരും മറന്നുപോയോ? അതുപോലെ ഏട്ടൻ സ്വന്തം കൈകൊണ്ട് ആയുർവേദ മരുന്നുകളുടെ ഒരു പുസ്തകം തയ്യാറാക്കി നിങ്ങൾക്ക് തന്നതല്ലേ? അത് വായിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോ ഏട്ടന് ഇത്രയും സംശയം തോന്നില്ലായിരുന്നു. എനിക്ക് ഉറപ്പാ ഏട്ടന്റെ ചികിത്സ ഏൽക്കും. അരുന്ധതി കുശുമ്പോടെയാണത് പറഞ്ഞത്. അവളുടെ ഏട്ടനെ ആരും അവിശ്വസിക്കുന്നതോ സംശയം പറയുന്നതോ പോലും അവൾക്ക് സഹിക്കുന്നില്ല എന്ന് കണ്ട നഴ്സുമാർ അവളോട് തർക്കിക്കാൻ നിൽക്കാതെ ചിരിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. പിറ്റേന്ന് അനന്തൻ കോളേജിലെത്തിയത്
കൃഷ്ണപ്രിയയുടെ മാറ്റം അറിയാനുള്ള ആവേശത്തോടെയാണ്. പക്ഷെ വന്നപ്പോൾ അവൻ അറിയാൻ കഴിഞ്ഞത് അവൾ അന്ന് ലീവാണെന്നാണ്. അനന്തന് കേട്ടപ്പോൾ അതിശയം തോന്നി. അന്ന് ആലത്തൂർ ദേശത്ത് വെച്ച് ഇത്രയും തല്ലുകൊണ്ട് അവശയായിട്ട് പോലും ക്ലാസ്സിലേക്ക് വന്നവൾ എന്തിനാണ് ഇന്ന് ലീവ് എടുത്തത്? അവളുടെ അഭാവം അവനെ പലവിധ ചിന്തകളിൽ ആഴ്ത്തി. അന്നുച്ചയ്ക്ക് അവൻ കോളേജിൽ നിന്ന് തിരികെ ഡിസ്പെൻസറിയിലെത്തി. അരുന്ധതിയെയും കൂട്ടി അച്ഛനോടൊപ്പം ആഹാരം കഴിക്കാമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ സ്റ്റാഫുകളെ ചിലത് പറഞ്ഞ് ഏൽപ്പിക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അവിടെ എത്തിയ അവൻ ഒരു ക്ഷണക്കത്ത് കണ്ട് അത്ഭുതത്തോടെ അരുന്ധതിയെ നോക്കി. എന്തിനാ ഏട്ടാ ഇപ്പോ ഇങ്ങനെ ഒരു പാർട്ടി, അതും അവിടെ? അരുന്ധതി അതിശയത്തോടെ ചോദിച്ചു. അറിയില്ലനോ, പക്ഷേ ഇൻവിറ്റേഷൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പോയേ മതിയാവൂ, ഇല്ലെങ്കിൽ അവർ നമ്മളെ വെറുതെ പ്രതീക്ഷിക്കും, അനന്തൻ പറഞ്ഞു. അവർ രണ്ടാളും ആ ക്ഷണക്കത്തിനെ മാനിച്ചുകൊണ്ട് അവിടേക്ക് പോകാൻ തയ്യാറായി. ആരുടേതായിരിക്കും ആ ക്ഷണക്കത്ത്? കൃഷ്ണപ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുക? അധ്യായം 64. അനന്തനും അരുന്ധതിയും ക്ലിനിക്കിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ക്ഷണക്കത്ത് കണ്ട് അവർ സംശയത്തോടെ പരസ്പരം നോക്കി. ഏട്ടാ, ദേ അഡ്രസ് കണ്ടോ? ഇത് കൃഷ്ണപ്രിയ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത്? ഏട്ടൻ പറഞ്ഞത് അവര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബമാണെന്നൊക്കെ അല്ലേ? അരുന്ധതി ചോദിച്ചു. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം, അനന്തൻ പറഞ്ഞു. ജഗനെയും അരുന്ധതിയെയും കൂട്ടിയാണ് അനന്തൻ അവിടേക്ക് പോയത്. യാത്രയിൽ ഉടനീളം അനന്തൻ അരുന്ധതി പറഞ്ഞത് തന്നെയാണ് ആലോചിച്ചത്. ഒന്നാമത്, താൻ ഇന്നലെയാണ് അവളെ ചികിത്സിച്ചത്. ഒരിക്കലും ലീവ് എടുക്കാത്ത അവൾ ഇന്ന് ലീവ് എടുത്തിരിക്കുന്നു. തന്റെ അറിവിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന അവളും മുത്തശ്ശിയും മാത്രം അടങ്ങുന്ന ഒരു കുടുംബം പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അനന്തന് ആകെ ഒരു പൊരുത്തക്കേട് തോന്നി. ഇങ്ങനെയുള്ള ചിന്തകളുമായി ക്ഷണക്കത്തിലുള്ള അഡ്രസ് നോക്കി വന്ന അനന്തൻ വീണ്ടും ഞെട്ടി. അവൻ പ്രതീക്ഷിച്ചതുപോലെ ചെറിയൊരു പാർട്ടി ആയിരുന്നില്ല അവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെ ആഡംബരത്തോടെ ഒത്തിരി ആളുകൾ അടങ്ങുന്ന ഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പാർക്കിംഗ് ഏരിയയിൽ ഒരുപാട് വില കൂടിയ ആഡംബര കാറുകളും അവിടെ സംസാരിച്ചു നിൽക്കുന്ന വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെയും അനന്തൻ കണ്ടു. മാത്രമല്ല, നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതെല്ലാം കണ്ട അനന്തനെ പോലെ തന്നെ അമ്പരന്ന് നിൽക്കുകയാണ് അരുന്ധതിയും ജഗനും. അനന്ത, നീയല്ല പറഞ്ഞേ നിന്റെ കൂട്ടുകാരി പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് എന്നും ജീവിക്കാൻ വഴിയില്ലാതെ തന്റെ മാല വിൽക്കാൻ വന്നപ്പോ വലിയ പുകിലുണ്ടായി എന്നൊക്കെ. പക്ഷെ അളിയൻ പറഞ്ഞത് വെച്ച് നോക്കിയാ ഈ പാർട്ടി അവളുടെ വീട്ടുകാർ നടത്തുന്നതാവാൻ തീരെ സാധ്യതയില്ലല്ലോ. ഇതിപ്പോ വാടകയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലം പോലുമല്ല. എന്തോ ഒരു തരികിട മണക്കുന്നുണ്ടല്ലോ, ജഗൻ പറഞ്ഞു. അനന്തനും ഇതേ അവസ്ഥയിൽ തന്നെയാണ്. താൻ അവളുടെ അവസ്ഥ നേരിട്ട് കണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ ഒരു ധനിക കുടുംബത്തിലേതാണെന്ന് തമാശയ്ക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ഇതൊന്നും ആലോചിച്ച് സമയം പാഴാക്കാതെ അനന്തൻ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് എടുത്തു. അവർ ഡോർ തുറന്നിറങ്ങുന്നതിന് മുൻപേ സെക്യൂരിറ്റി ഓടി വന്ന് അവർക്കായി ഡോർ തുറന്നു കൊടുത്തു. അനന്തൻ അവിടെ ആ വലിയ ബംഗ്ലാവിനകത്തേക്ക് കയറുന്നതിന് മുൻപ് അവിടുത്തെ ആളുകളുടെ സംസാരം ഒന്ന് ശ്രദ്ധിക്കാമെന്ന് കരുതി. ജലന്ധരൻ തിരികെ വരുമെന്ന് ആരെങ്കിലും കരുതിയോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന്. ആദ്യം കേട്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ഒരാൾ പറഞ്ഞു. അതെ അതെ, എത്ര വർഷമായി അയാൾ ഇവിടെ നിന്ന് പോയിട്ട്? ഞാൻ കരുതിയത് അയാളോടൊപ്പം ഒരു 1000 അനുയായികളെങ്കിലും ഇപ്പൊ ഉണ്ടാകുമെന്നാ. കടല് കടന്ന് ദ്വീപില് നിധി തേടി പോയതല്ലേ, മറ്റൊരാൾ പറഞ്ഞു. മെല്ലെ പറ, എവിടെ നിന്നാ സംസാരിക്കുന്നതെന്ന് മറക്കരുത്. ജലന്ധരന്റെ കാതുകൾക്ക് നല്ല പവറാ. നിങ്ങളുടെ സംസാരം എങ്ങാനും അദ്ദേഹത്തിന്റെ കാതിലെത്തിയ പിന്നെ കടലിലെ സ്രാവുകൾക്ക് എപ്പോ രണ്ടാളും ഭക്ഷണമായി മാറിയെന്ന് ചോദിച്ചാ മതി. ഓ പിന്നെ ഈ പറയുന്ന ജലന്ധരൻ ക്ഷണിച്ചിട്ട് തന്നെയാ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിഥികളോട് അയാൾ ഒരിക്കലും മോശമായിട്ട് പെരുമാറില്ല. അതുപോട്ടെ, താൻ അയാളുടെ മകളെ പറ്റി കേട്ടിട്ടുണ്ടോ? കടലിന്റെ രാജാവിനൊരു പുത്രിയുണ്ട് എന്നത് ഇത്രയും നാളും വെറും കേട്ടുകേൾവി മാത്രമായിരുന്നു. ഇന്ന് അവളെ കൂടി ഒന്ന് കാണാൻ കഴിയും എന്ന് കരുതിയിട്ടാ ഞാൻ വന്നത് തന്നെ. ഇത്രയും നാൾ ആ പെൺകുട്ടിയെ ആരും കണ്ടിട്ടില്ലത്രേ, അയാൾ ലേശം അതിശയ ഭാവത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുള്ളതല്ലേ, അതാവും ഇത്ര നാളും മകളെ ആരുടെയും കണ്ണിൽ പെടാതെ വളർത്തിയത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ റീസൺ കാണും. അങ്ങനെയാണെങ്കിൽ
ഇന്നത്തെ പെട്ടെന്ന് മകളെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ തീരുമാനിച്ചത്? ഞാൻ അറിഞ്ഞത് ഇന്നത്തെ ഈ പാർട്ടി പ്രധാനമായും അച്ഛന്റെയും മകളുടെയും ഏറെ കാലത്തിന് ശേഷമുള്ള കണ്ടുമുട്ടൽ ആഘോഷിക്കാൻ വേണ്ടി നടത്തുന്നതാണെന്ന്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. അവർക്ക് അവരുടേതായ എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്നേ. അവിടെ നിന്ന് 2-3 പേരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച അനന്തന് കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടി. അവർ പറയുന്നതനുസരിച്ച് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ഏറെ നാളുകൾക്ക് ശേഷം ഇവിടേക്ക് തിരികെ വരികയാണ്. അതിന്റെ ഭാഗമാണ് ഇന്ന് ഈ പാർട്ടി. എന്തായാലും കൃഷ്ണപ്രിയയുടെ നല്ലതിനാവും ഇത്. അനന്തന് അത്ര നേരത്തെ കൺഫ്യൂഷൻസ് എല്ലാം മാറിയപ്പോൾ അല്പം ആശ്വാസം തോന്നി. അനന്തൻ അരുന്ധതിയെയും ജഗനെയും കൂട്ടി അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ അതിഥികളെ വരവേൽക്കുന്നത് കണ്ടു. ഉറച്ച ശരീരമുള്ള ആ മനുഷ്യൻ ശക്തമായ കരങ്ങളും വിരിഞ്ഞ നെഞ്ചുമൊക്കെയായി ഒരു യോദ്ധാവിനെ പോലെ തോന്നിച്ചു. പക്ഷേ അയാൾ തന്റെ ആരോഗ്യവും ശരീരവും മറ്റുള്ളവർ അധികം ശ്രദ്ധിക്കാതെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് അനന്തന് തോന്നി. അയാൾ തന്നെയാണ് ജലന്ധരൻ എന്ന് അനന്തന് മനസ്സിലായി. അയാൾക്ക് തൊട്ടു പിന്നിലായി സ്ലീവ്ലെസ് ഡ്രസ്സും ഇട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നത് അനന്തൻ കണ്ടു. അത് കൃഷ്ണപ്രിയയാണ് എന്ന് മനസ്സിലാക്കാൻ തന്നെ അവൻ അല്പം സമയം വേണ്ടി വന്നു. തന്റെ മകൾ ആരെയോ കാത്തു നിൽക്കുകയാണ് എന്ന് കണ്ട ജലന്ധരൻ അവളോട് പറഞ്ഞു, എന്റെ മോൾ ഇങ്ങനെ വാതിക്കൽ കണ്ണും നട്ട് നിൽക്കണ്ട. നിന്റെ ചെക്കന് ഞാൻ ഇൻവിറ്റേഷൻ മറക്കാതെ അയച്ചിട്ടുണ്ട്. അവൻ ഉറപ്പായും ഇന്നിവിടെ എത്തും. അയാൾ പറഞ്ഞത് കേട്ട് കൃഷ്ണപ്രിയയുടെ മുഖം കറുത്തു. എന്റെ ചെക്കനോ? ദേ, അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞു അനന്തൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലാന്ന്. ഞങ്ങൾ നല്ല കൂട്ടുകാരാ, ക്ലാസ്സിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത്, അത്രേ ഉള്ളൂ, അവൾ പറഞ്ഞു. അവളുടെ ആ ചമ്മലും ദേഷ്യവും കണ്ട് അയാൾ ഉറക്കെ ചിരിച്ചു. ശരി ശരി, എന്റെ മോൾക്ക് അവനോട് പ്രണയമൊന്നും ഇല്ലെങ്കിൽ അതും വളരെ നല്ല കാര്യം തന്നെ. കാരണം എന്റെ മരുമകനായി വരണമെങ്കിൽ അവൻ കുറഞ്ഞത് ഈ ഭാരതദേശത്തിലെ തന്നെ ഏറ്റവും ശക്തരായ 3 വീരയോദ്ധാക്കളെയെങ്കിലും പരാജയപ്പെടുത്തണമെന്നത് നിർബന്ധമാണ്. അങ്ങനെ ഒരു മഹാവീരന്റെ കയ്യിലേക്ക് മാത്രമേ ഞാൻ നിന്നെ ഏൽപ്പിക്കുള്ളൂ. അയാൾ അവളുടെ മുടിയിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ എന്തോ ആവട്ടെ, ദയവ് ചെയ്ത് അനന്തം വരുമ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ നാണം കെടുത്തരുത്. അതിരിക്കട്ടെ, അച്ഛനെന്തിനാ ഇത്രയും ആൾക്കാരെന്ന് ക്ഷണിച്ചു വരുത്തി? ഞാനിന്ന് അനന്തനെ മാത്രമേ ഇവിടെ ലഞ്ചിന് ക്ഷണിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ, അവൾ പറഞ്ഞു. മോൾ ഇത്രയും കാലം ഒരുപാട് സഹിച്ചു എന്ന് എനിക്കറിയാം. ആളുകളിൽ നിന്നെല്ലാം ഉൾവലിഞ്ഞല്ല ഇത്രയും കാലം ജീവിച്ച്. ഇന്ന് നിന്റെ അച്ഛൻ തിരികെ വന്ന ദിവസമാണ്. ഇനി ഒരിക്കലും ആ പഴയ ദുരിത ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ വിടില്ല. ഇനി ധൈര്യപൂർവ്വം മോൾ ആളുകളെ അഭിമുഖീകരിച്ച് പഠിക്കണം. അതിനുവേണ്ടി കൂടിയാ ഇന്ന് ഇങ്ങനെ ഒരു പാർട്ടി നടത്താൻ ഞാൻ തീരുമാനിച്ചത്, ജലന്ധരൻ പറഞ്ഞു. ഇനി അച്ഛൻ എന്നെ വിട്ടു പോവില്ലെന്ന് ഉറപ്പാണോ? അവൾ അല്പം സംശയത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു. ഇല്ലടാ, ഇനി അച്ഛൻ നിന്നെ വിട്ട് എങ്ങും പോകില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ ആലത്തൂർ ദേശത്തെ നാടുവാഴിയായ ഷൺമുഖന്റെ പിറന്നാൾ ചടങ്ങിന് എനിക്ക് ക്ഷണമുണ്ട്. അത് പക്ഷെ കുറച്ച് ദിവസത്തെ കാര്യം മാത്രമാ. അതുകൂടി കഴിഞ്ഞ അച്ഛൻ എന്നും നിന്റെ ഒപ്പം തന്നെ കാണും. അയാൾ പറഞ്ഞത് കേട്ട് കൃഷ്ണപ്രിയയുടെ മുഖം തെളിഞ്ഞു. അച്ഛനുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് വാതിലിനരികിൽ അനന്തനും അരുന്ധതിയും ജഗനും സംസാരിച്ചു നിൽക്കുന്നത് അവൾ കണ്ടത്. അച്ഛ, ദേ അതാ അനന്തൻ. അതും പറഞ്ഞുകൊണ്ട് അവൾ അവർക്കരികിലേക്ക് ഓടി. അനന്തൻ അകത്തേക്ക് വന്ന് ജലന്ധരനെ പരിചയപ്പെട്ടു. അപ്പോ താനാണ് എന്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അനന്തൻ അല്ലേ? അയാൾ പുഞ്ചിരിയോട് ചോദിച്ചു. അതെ, ഇത് എന്റെ ഫ്രണ്ട് ജഗൻ, പിന്നെ ഇതെന്റെ അനിയത്തിക്കുട്ടി അരുന്ധതി. അനന്തൻ ഇരുവരെയും അയാൾക്ക് പരിചയപ്പെടുത്തി. തന്നെ പറ്റി പറയുമ്പോ ഇവൾക്ക് 100 നാവാ. ഇന്നത്തെ ഫംഗ്ഷന് തന്നെ ക്ഷണിക്കണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുമായിരുന്നു ഇവള്. ജലന്ധരൻ അത് പറഞ്ഞതും കൃഷ്ണപ്രിയ അയാളെ തുറിച്ചു നോക്കി. അച്ഛാ, അവൾ വേണ്ട എന്ന ഭാവത്തിൽ നീട്ടി വിളിച്ചു. എന്നിട്ട് ചെറിയ ചമ്മലോടെ അനന്തനെ നോക്കി. അനന്തൻ അവളുടെ മാറ്റമായിരുന്നു ശ്രദ്ധിച്ചത്. അവൻ സ്വയം അവളെ ചികിത്സിച്ചതല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അനന്തൻ ഇന്ന് കൃഷ്ണപ്രിയയെ തിരിച്ചറിയില്ലായിരുന്നു. മുഖത്തെ മുഖക്കുരുവും പാടുകളും ഒക്കെ മാറിയത് മാത്രമല്ല, നന്നായി ഡ്രസ്സ് ചെയ്ത് നല്ല ഹെയർ സ്റ്റൈലൊക്കെയായി ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് ഇന്ന് കൃഷ്ണപ്രിയ നിൽക്കുന്നത്. താനാകെ സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്റെ ചികിത്സ ഞാൻ കരുതിയതിനേക്കാളും ഫലം കണ്ടിട്ടുണ്ട്. എനിവേ, കൺഗ്രാറ്റ്സ്, അനന്തൻ പറഞ്ഞു. അനന്തന്റെ കണ്ണിൽ കൃഷ്ണപ്രിയ നേരത്തെ തന്നെ അതിസുന്ദരിയായിരുന്നു. അവളുടെ മനസ്സിലെ നിഷ്കളങ്കതയും മറ്റും അവനെ വളരെ നേരത്തെ തന്നെ സ്വാധീനിച്ചിരുന്നു. അവളുടെ സാഹചര്യം കൂടി മനസ്സിലായതിനു ശേഷം ഇന്ന് രാവിലെ വരെ അവളുടെ ഭാവിയെ പറ്റി അനന്തന്റെ ഉള്ളിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതെല്ലാം പാടെ മാറി.
അതിഥികൾ ഒരുപാട് വരുന്നു, നിങ്ങൾ വേഗം ചെന്ന് ഭക്ഷണം കഴിക്കുക, ജലന്ധരൻ പറഞ്ഞു. അകത്തേക്ക് ചെല്ലുമ്പോൾ അവർ കണ്ടത് ഭക്ഷണത്തിന്റെ ഒരു മേള തന്നെയായിരുന്നു. കേരളത്തിലെ പ്രധാന വിഭവങ്ങളായ അപ്പം, പുട്ട്, ഇടിയപ്പം തുടങ്ങി നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായ പനീർ ബട്ടർ, ആലു പൂരി പാവ്, ബാജി തുടങ്ങി ചൈനീസ് രാജാക്കന്മാരായ ന്യൂഡിൽസും ഗോബി മഞ്ചൂരിയനും പിന്നെ മെഡിറ്ററേനിയൻ, കോണ്ടിനെന്റൽ അങ്ങനെ അവിടെ ഇല്ലാത്ത വിഭവങ്ങൾ കുറവായിരുന്നു. അരുന്ധതിയും ജഗനും കൊതിയോടെ പരസ്പരം നോക്കി. അനന്തരം അവർക്കൊപ്പം ചെന്നു. ഒഴിഞ്ഞ ടേബിൾ കണ്ടെത്തി അവിടെ ഇരുന്നതും അവരുടെ മുന്നിലേക്ക് ഒരു നീളൻ പ്ലേറ്റിൽ വലിയൊരു മീനിനെ കൊണ്ടുവന്നു. വാഴയിലയിൽ പൊള്ളിച്ച മീനിന്റെ മണം അവരുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. എന്റെ അളിയാ, ഇത് ഞാൻ സ്വപ്നം കാണുന്നതാണോ? പല വലിയ പാർട്ടികൾക്ക് ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരെണ്ണം ഇതാദ്യമായിട്ട്. എനിക്ക് എന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജഗൻ അത് പറയുമ്പോൾ പോലും നാവിൽ വെള്ളം ഊറുന്നുണ്ട്. ജഗന്റെയും അരുന്ധതിയുടെയും ഭാവം കണ്ട് ചിരിയോടെ അനന്തനും ആഹാരം കഴിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് പരിചയമുള്ളൊരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയത്. സുരഭി ആയിരുന്നു അത്. നല്ല വില കൂടിയ ഡ്രസ്സും ധരിച്ച് വളരെ നന്നായി അണിഞ്ഞൊരുങ്ങി താൻ ഒരു സുന്ദരിയാണെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്റെ നേർക്ക് വരുന്ന അവളെ കണ്ട് അനന്തന്റെ മുഖം മങ്ങി. സുരഭിയുടെ ഒപ്പം നമ്മുടെ മഹിയും ഹർഷനും ജീവനും ഒക്കെയുണ്ട്. അനന്തനെ അവിടെ തീരെ പ്രതീക്ഷിക്കാത്തതുപോലെ അവരുടെ മുഖം മങ്ങി. എന്താണാവോ പുതിയ പ്രശ്നം? അനന്തൻ തന്റെ മുഖം പോലും ഉയർത്താതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. അനന്തന്റെ ചോദ്യം കേട്ട് സുരഭി ഒന്ന് ചമ്മി. സാധാരണ താൻ കുറെ സംസാരിച്ച് ശല്യം ചെയ്യുമ്പോൾ മാത്രമാണ് അനന്തൻ തിരിച്ചു വല്ലതും പറയുന്നത്. എന്നാൽ ഇപ്പോൾ താൻ വല്ലതും പറയുന്നതിന് മുൻപേ തന്നെ ഇങ്ങോട്ട് കയറി ചോദ്യം ചെയ്തപ്പോൾ സുരഭി ഒന്ന് പതറി. അവൾ ആരെങ്കിലും കേട്ടോ എന്ന് ചുറ്റും നോക്കി. എവിടെ നോക്കിയാലും നിന്നെ കാണാലോ. ജലന്ധരൻ സാറൊക്കെ എന്ത് റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ആൾക്കാര്. എന്തിനാണാവോ നിന്നെയൊക്കെ വിളിച്ചു വരുത്തി സ്വന്തം വില കളയാൻ നിൽക്കുന്നത്? അല്ല, വിളിച്ചിട്ട് തന്നെയാണോ വന്നതെന്ന് ആർക്കറിയാം. കുറച്ചു കഴിയുമ്പോ സെക്യൂരിറ്റി തൂക്കിയെടുത്ത് വെളിയിൽ ഇടുന്നത് കാണുമ്പോ ആവും പലരും സത്യം അറിയാം. സുരഭി അവസരം കിട്ടിയതുപോലെ അനന്തനെ അപമാനിക്കാൻ തുടങ്ങി. ആഹാ, തുടങ്ങിയല്ലോ. നിനക്ക് നിന്റെ നാവ് അധിക നേരം അടക്കി വെക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. അനന്തൻ ഒരു ചപ്പാത്തിയും അല്പം ഗോബി മഞ്ചൂരിയനും പ്ലേറ്റിലേക്ക് എടുത്തിട്ടുകൊണ്ട് പറഞ്ഞു. അനന്തൻ തന്നെ ഒന്ന് നോക്കുന്ന പോലും ഇല്ല എന്ന് കണ്ട അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. പല്ലവി ഭാർഗവനെയും മാലിനിയെയും വളയ്ക്കാൻ പറ്റാതെ പോയപ്പോ ഇവിടെ ജലന്ധർ സാറിനൊരു മോളുണ്ടെന്ന് കേട്ട് എഴുന്നള്ളിയതായിരിക്കും. ചുളിവിന് കാശുണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി ഇത് തന്നെയാ. നിനക്ക് ബുദ്ധി ഉദിച്ചതില് എനിക്ക് സന്തോഷമുണ്ട്. സുരഭി പറഞ്ഞത് കേട്ട് ജഗനും അരുന്ധതിയും ദേഷ്യം അടക്കാനാവാതെ എഴുന്നേറ്റു. ഇത്തവണ അനന്തൻ സുരഭിയെ വെറുതെ വിടുമോ?